രാവിലെ തന്നെ എണീറ്റ് കുറേ വർക്കുള്ള ദിവസങ്ങളാണെങ്കിൽ തലേന്ന് രാത്രി തന്നെ ഞാൻ കുറേയൊക്കെ ഇങ്ങനെ റെഡിയാക്കി വെക്കാനായിട്ട് ശ്രമിക്കും കേട്ടോ. മീൽ പ്ലാൻ ചെയ്യാനും പിന്നെ നാളത്തേക്ക് എന്താ ഉണ്ടാക്കേണ്ടത് അതിനെല്ലാം പ്രിപ്പറേഷന് മാക്സിമം രാത്രി തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കും. ഈ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈവനിങ് ടൈമിലാണ്, അതായത് ഒരു മഗ്‌രിബെല്ലാം കഴിഞ്ഞ ആ ഒരു സമയത്ത്. അപ്പം അന്നേരം ഞാൻ കിച്ചണിൽ കയറിയപ്പോൾ തന്നെ ഓൾറെഡി ആദ്യം വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തില്ല എന്ന് മാത്രം ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് തന്നെ വെച്ചിട്ടുണ്ട്. രാവിലെ ചിക്കൻ കറിയും ചപ്പാത്തി എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അത് ചെയ്തത്. പിന്നെ എനിക്ക് ഫുൾ ക്ലീനിങ് ഉള്ള ഒരു ദിവസമായിരുന്നു ഇത്. വീട് മൊത്തം ക്ലീൻ ചെയ്തതെല്ലാം അങ്ങനെ അത് കഴിഞ്ഞിട്ട് കുളിച്ചിട്ടെല്ലാം കയറിയത്. അപ്പോൾ പുറത്തുനിന്ന് ഞാൻ കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ അവർക്കായിട്ട് ചായ ഇടലും അതിൻ്റെ സൈഡ് ബൈ സൈഡ് തന്നെ ഞാൻ ചപ്പാത്തിക്കുള്ള മാവ് കുഴച്ച് വെക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ സമയം ഉണ്ടെങ്കിൽ ചപ്പാത്തി രാവിലെ തന്നെ കുഴച്ചെടുത്താൽ മതി എന്നിട്ട്. പക്ഷേ ഇത് നമ്മൾ നല്ല ചൂട് വെള്ളത്തിൽ നന്നായിട്ട് കുഴച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിലുണ്ടല്ലോ, പിറ്റേന്ന് രാവിലെ എണീറ്റ് ഒരു 10 മിനിറ്റ്സ് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്താൽ നമുക്ക് വലിയൊരു പണി വരത്തില്ല കേട്ടോ. അപ്പം അങ്ങനെ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. അങ്ങനെ ഞാൻ രാത്രി തന്നെ എല്ലാം ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ എണീറ്റ് പാടെ എനിക്ക് വലിയ വർക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ മീൽ പ്ലാനിങ് പ്രകാരം രാവിലെ ചപ്പാത്തിയും ചിക്കൻ കറിയും, ഉച്ചയ്ക്ക് ആ ചിക്കൻ കറി തന്നെ കുറച്ചൊന്ന് അധികം വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആക്കി എടുത്തിട്ട് ഒരു ഫ്രൈ പരുവത്തിലാക്കി എടുക്കുക. എന്നിട്ട് മോര് കറിയായിരുന്നു പ്ലാൻ ചെയ്തത്. പിന്നെ ഞാനും മോള് മാത്രമേ ഉച്ചയ്ക്ക് കഴിക്കാനുള്ളൂ. അതുകൊണ്ട് വലിയ അങ്ങനെ വെറൈറ്റീസ് ഒന്നും ആവശ്യമില്ല. മോക്കാണെങ്കിൽ തൈരും ചോറും അങ്ങനെയാണ് കൂടുതൽ ആൾ പ്രിഫർ ചെയ്യുക. പിന്നെ എനിക്കത് തന്നെ മോരാക്കാൻ അത്ര സമയം എടുക്കാത്ത സംഭവങ്ങളല്ലേ. പിന്നെ തന്നെ ഫ്രൈ ആക്കി എടുക്കുമ്പോൾ തീരെ ടൈം വേണ്ട. ചോറ് മാത്രമാണ് എനിക്ക് രാവിലെ വെക്കാനുള്ളത്. ചിക്കൻ മാരിനേറ്റ് ചെയ്തു എന്ന് പറഞ്ഞല്ലോ, അപ്പൊ അതിനകത്ത് മസാല ഒന്നും ഇട്ടിട്ടില്ല. ഞാൻ ചില്ലറിൽ വെക്കാൻ വേണ്ടി ഉപ്പും ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് അല്ലേ അത് രണ്ടും ജസ്റ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് ചില്ലറിൽ, അതായത് നമ്മൾ ഫ്രിഡ്ജിന്റെ തന്നെ ഒരു പാൽ വെക്കുന്ന ഒരു ചില്ലറല്ലേ അതിൽ വെക്കുവാണെങ്കിൽ ചീത്തൊന്നും ആവില്ല. രാവിലെ അങ്ങനെ ഐസായിട്ട് നിൽക്കത്തുമില്ല, അതിന് കറക്റ്റ് ഉള്ള ടെമ്പറേച്ചറിൽ നിൽക്കുകയുള്ളൂ. അപ്പൊ നമുക്ക് രാവിലെ ഇങ്ങനെ ഐസ് കളയാൻ വേണ്ടി അങ്ങനെ ഒന്നും വെയിറ്റ് ചെയ്യണ്ട. പിന്നെ ജസ്റ്റ് ഒന്ന് ഞാൻ കുക്ക് ചെയ്യുന്ന മുമ്പ് തന്നെ ബേസിക് ആയിട്ടുള്ള മസാലാസ് വെച്ച് ജസ്റ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്തു. വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കറിയാണ് ഉണ്ടാക്കുന്നത്. എണ്ണ ഒഴിച്ചിട്ട് അതിന്റെ മുകളിൽ ജീര അല്ലേ, കടുകല്ലേ ഇത് ജീര. ഞാൻ എപ്പോഴും പണ്ട് ഇങ്ങനെ കുക്കിംഗ് വീഡിയോസ് കാണുമ്പോൾ ഇങ്ങനെ ട്രോളൊക്കെ ഇറക്കുമ്പോൾ പറയും സൗത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ കടുക് താളിക്കും, നോർത്തിലോട്ട് പോയി കഴിഞ്ഞാൽ ജീര താളിക്കും. അത് അത്രേ ഉള്ളൂ, നോർത്തും സൗത്തും ഇല്ല. അതായത് കുക്കിങ്ങിന്റെ പല ഡിഷസിന്റെ വരുന്ന വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ. അപ്പം ഇത് പൊട്ടറ്റോയും കൂടി ഇട്ടിട്ടുണ്ടാക്കുന്ന കറിയാണ്. സവോള ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് നേരത്തെ ഞാൻ മസാല അല്ല, അതായത് മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല അതൊക്കെ മാത്രമേ ഇട്ടിട്ടുള്ളൂ. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി ഇട്ടിട്ടുണ്ട്, പിന്നെ തക്കാളി, സവോള, പിന്നെ വന്നിട്ട് പച്ചമുളക്, പിന്നെ പൊട്ടറ്റോ ജസ്റ്റ് ഒന്ന് ചോപ്പ് ചെയ്തിട്ടു. വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെച്ചിട്ട് അത് സൈഡിൽ വെന്തോളും. അതൊന്നും വലിയ പരിപാടിയുള്ള സംഭവമൊന്നും ഇല്ല കേട്ടോ. നമുക്ക് ഈസി ആയിട്ട് തന്നെ രാവിലെ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ചിക്കൻ കറിയാണ്. അപ്പൊ സൈഡ് ബൈ സൈഡ് ക്ലീനിങ്ങും കാര്യങ്ങളും അതിന്റെ പ്രോസസ്സൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ ചായ ഇടാനുള്ള സമയം ആയതുകൊണ്ട് സൈഡിൽ രാവിലത്തെ ചായയും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. അഥവാ ചപ്പാത്തി നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഈ ചിക്കൻ കറിയുടെ കൂടെ ദോശമാവ് ഉണ്ടെങ്കിൽ തട്ടുദോശ അങ്ങനെയും ചെയ്യാം കേട്ടോ. ആൻഡ് മോർ ദാൻ ദാറ്റ്, ഇഫ് യു വാച്ചിങ് മീ ഫോർ ദ വെരി ഫസ്റ്റ് ടൈം, ഐ എം ഓൺടർപ്രണർ. വീട്ടിൽ തന്നെയാണ് കൂടുതലും വർക്കും കാര്യങ്ങളും വരുന്നത്. നമുക്ക് ഷോപ്പിൻ്റെ അങ്ങനെ എന്നും പോകുന്ന ആവശ്യമില്ല. ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ പുറത്ത് പോയി വർക്ക് അങ്ങനെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ വീട്ടിലുള്ള ദിവസങ്ങളിൽ എനിക്ക് അധികം വർക്ക് വരുന്ന ദിവസങ്ങളാണെങ്കിൽ ഇങ്ങനെയാണ് പ്ലാൻ ചെയ്യുക. അപ്പോൾ നിങ്ങളൊരു വർക്കിംഗ് മദർ ആണെങ്കിൽ, പുറത്ത് പോയിട്ട് വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ, ഇല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് അങ്ങനെ മീൽ പ്ലാനിങ് പ്രകാരം അധികം വർക്ക് വേണ്ട, അത് കുറച്ച് ഫ്രീ ആയിട്ട് വേണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ അധികം സമയം കിച്ചണിൽ ചിലവാകാതെ നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. സൈഡ് ബൈ സൈഡ് എൻ്റെ ലോണ്ട്രി പരിപാടി ഒക്കെ ചെയ്യുന്നുണ്ട്. ചപ്പാത്തിയുടെ ഒരു 10 മിനിറ്റ്സ് ഞാൻ പുറത്തു വെച്ചു. അപ്പോഴത്തേക്ക് ജസ്റ്റ് ഒന്ന് നമുക്ക് ജസ്റ്റ് പറത്തിയെടുക്കാനുള്ള പരിപാടിയായിട്ടുണ്ടായിരുന്നു. ചെറിയൊരു ലൈറ്റായിട്ട് ഒരു തണുപ്പ് നമുക്ക് തോന്നും, പക്ഷെ അതൊന്നും പ്രശ്നമല്ല. ഇത് നമ്മൾ ചിലപ്പോൾ വിചാരിക്കും ചപ്പാത്തി ചുടുമ്പോൾ അതിങ്ങനെ പൊന്തി വരത്തില്ല, അത്ര ഫ്ലഫി ആയിട്ട് വരത്തില്ലെന്ന് ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ട്. അങ്ങനത്തെ ഒരു പ്രശ്നമല്ല, നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ കാണാൻ പറ്റും. അത്യാവശ്യം അപ്പോൾ ചപ്പാത്തിയും കറിയും ഒക്കെ ആയിട്ടുണ്ട്, ചായ ആയിട്ടുണ്ട്. നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് സെറ്റായി. ഉച്ചയ്ക്ക് പറഞ്ഞ മാതിരി എനിക്ക് ചോറ് മാത്രമേ വെക്കാനുണ്ടായിരുന്നുള്ളൂ. സൈഡ് ബൈ സൈഡ് ലോണ്ട്രി പരിപാടി എല്ലാം സൈഡ് ബൈ സൈഡ് തന്നെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് വലിയ പണിയൊന്നും ഇല്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ രാവിലെ ഒരു 8-8:30 മുമ്പ് തന്നെ എൻ്റെ വർക്കും കാര്യങ്ങൾ എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് പിന്നെ തുണി വിരിച്ചിട്ടിട്ട് ഞാൻ നേരെ എൻ്റെ വർക്കിലേക്ക് കിടന്നതാണ്. രാത്രി ഇതുപോലത്തെ എനിക്ക് പ്ലാൻ വരുന്ന ദിവസമാണെങ്കിൽ രാത്രി റോളോ, ഇല്ലെങ്കിൽ ഞാൻ അന്ന് ഉണ്ടാക്കിയത് അഫ്ഗാനി ചിക്കനും പിന്നെ വന്നിട്ട് പറാട്ട ആയിരുന്നു. ഇതുമാതിരി പ്ലാൻ ചെയ്യാട്ടോ. ഹോപ്പ് യു ലൈക്ക് ദിസ് കുട്ടി വ്ളോഗ് ആൻഡ് സീ യു ഇൻ ദ നെക്സ്റ്റ് വ്ളോഗ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ബൈ ബൈ.